ഹലോ, നത്തിങ് ഫോൺ 2a പ്ലസ് ഇറങ്ങിയ കാര്യം അറിഞ്ഞിട്ടുണ്ടാവും. എന്താണ് തോന്നുന്നു നമുക്ക് പറയാം. നത്തിങ് ഫോൺ 2a പ്ലസ് എന്ന് പറഞ്ഞാൽ ആ ഒരു ഡിവൈസിൻ്റെ ആവശ്യം ഇപ്പോൾ ഉണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്ക് തോന്നുന്നില്ല അതിൻ്റെ ഒരു ആവശ്യം ഇപ്പോൾ ഉണ്ടായിരുന്നില്ല. ഇപ്പം എല്ലാവർക്കും വേണ്ടിയിരുന്നത് ഒരു കാര്യം നത്തിങ്ങിൻ്റെ ഭാഗത്തു നിന്നൊരു ഫ്ലാഷിപ്പ് ഫോണായിരുന്നു. അതായത് നത്തിങ് ഫോൺ 3 എന്ന് പറഞ്ഞ ഫോൺ. നത്തിങ് ഫോൺ 3 ഇറങ്ങാത്തതിൻ്റെ കാര്യമായിട്ട് എനിക്ക് തോന്നുന്നു രണ്ട് കാര്യങ്ങളുണ്ട്. ഞാനത് പറയാം. അതിന് മുമ്പ് കുറച്ച് കാര്യങ്ങൾ പറയട്ടെ. ഈ നത്തിങ് ഫോൺ 2a വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഈ നത്തിങ് ഫോൺ 2a പ്ലസ്സിൽ എന്തൊക്കെ വ്യത്യാസം എന്ന് ചോദിച്ചാൽ കുറച്ച് വ്യത്യാസമുള്ളതാണ്. ആകെ 50 മെഗാ പിക്സലിൻ്റെ സെൽഫി ക്യാമറ വന്നിട്ടുണ്ട്. അതിനകത്ത് നമുക്ക് 4K റെക്കോർഡിംഗ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ പെർഫോമൻസിന് കുറച്ച് പെർഫോമൻസ് കൂടിയിട്ടുണ്ടെന്നാണ് നത്തിങ് പറയുന്നത്. ഈ ഒരു മീഡിയ ടെക്കിൻ്റെ 7350 Pro എന്ന് പറഞ്ഞൊരു ചിപ്പ് അത് നത്തിങ്ങിന് വേണ്ടി ഡെഡിക്കേറ്റഡ് ആയിട്ട് മീഡിയ ടെക്ക് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുള്ള ഒരു സംഭവമാണത്. പിന്നെ വന്നിട്ടുള്ളത് ഗ്ലിഫ് ഇൻ്റർഫേസിൽ LEDസിൻ്റെ എണ്ണം കൂടിയിട്ടുള്ളത് തന്നെ ഗ്ലിഫ് ഇൻ്റർഫേസിൽ കുറച്ച് ക്വാളിറ്റി കൂടിയെന്ന് നത്തിങ് പറയുന്നുണ്ട്. ഇപ്പോൾ ആ ഒരു നത്തിങ് ഫോൺ 2a പ്ലസ് നത്തിങ് ഫോൺ 2 അതായത് അവരുടെ ഫ്ലാഷിപ്പായിട്ട് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ തന്നെയാണ് അവസ്ഥ. ആകെ മാറ്റം വന്നിട്ടുള്ളത് ഇതിൻ്റെ ക്യാമറ സെറ്റപ്പിലും പിന്നെ ബാറ്ററി വൈസുമാണ് ഒരു ഇൻക്രിമെൻറ്റ് വന്നിട്ടുള്ളത്. അതായത് ബാറ്ററി വൈസ് നോക്കുകയാണെങ്കിൽ നമുക്ക് 5000 mAh നത്തിങ് ഫോൺ 2ൽ നമുക്കത് 4700 mAh ആണ് വരുന്നത്. അപ്പോൾ നത്തിങ് ഫോൺ 2 പ്ലസ്സിൽ ആകെ വന്നിട്ടുള്ള മാറ്റം ആ ഒരു ക്യാമറ സെറ്റപ്പിൽ ഫ്രണ്ട് ക്യാമറ സെറ്റപ്പിൽ തന്നെയാണ്. നത്തിങ് ഫോൺ 2ൽ നമുക്ക് 5000 mAhൻ്റെ ബാറ്ററി തന്നെയാണ്. ആ സെയിം ബാറ്ററി തന്നെയാണ് ഈ ഒരു 2a പ്ലസ്സിൽ വന്നിട്ടുള്ളത്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ വലിയ മാറ്റങ്ങളൊന്നും ഈ ഒരു നത്തിങ് ഫോൺ 2a പ്ലസ് വന്നുകൊണ്ട് ഉണ്ടാക്കുന്നില്ല. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞത് നത്തിങ് ഫോൺ 2a 3ക്ക് പകരം ഈ ഒരു 2a പ്ലസ് വരാനുള്ള കാരണങ്ങൾ എനിക്ക് ഒന്നാമതായിട്ട് തോന്നുന്നത് മീഡിയ ടെക്കിൻ്റേതായിട്ടുള്ളൊരു വിഷയമാണ്. ഓക്കെ, മീഡിയ ടെക്ക് നത്തിങ്ങിൻ്റെ ആ ഒരു കൊളാബറേഷൻ ഉള്ളതുകൊണ്ട് തന്നെ സ്നാപ്ഡ്രാഗൻ്റെ SoC വാങ്ങാനുള്ളൊരു നത്തിങ്ങിൻ്റെ ഒരു മടി അല്ലെങ്കിൽ എന്താണെന്നറിയില്ല, എന്തോ ഒരു സംഭവം നടക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അതായത് ഈ ഇടയ്ക്ക് ഇറങ്ങിയ മിക്ക എല്ലാ നത്തിങ് ഫോൺ നോക്കിയാലും നിങ്ങൾക്ക് മീഡിയ ടെക്കിൻ്റെ ഒരു കസ്റ്റം ചിപ്പായിരിക്കും ഈ ഒരു നത്തിങ് ഫോണിൽ വന്നുകൊണ്ടിരുന്നത്. ഇപ്പം കഴിഞ്ഞ വർഷത്തെ 2ൽ നമുക്ക് കാണാം മീഡിയ ടെക്കിൻ്റെ ആ ഒരു 7200 Proയും പിന്നെ ഈ വർഷത്തെ ആ ഒരു നത്തിങ് ഫോൺ 2a പ്ലസ്സിൽ നമുക്ക് മീഡിയ ടെക്കിൻ്റെ 73 Pro എന്ന ആ ഒരു ചിപ്പും പിന്നെ ആ ഒരു CMF ഫോൺ 1ൽ നമുക്ക് കാണുന്നത് ഈ ഒരു 7350 എന്ന് പറഞ്ഞിട്ടൊരു ചിപ്പുമാണ്. അപ്പം ഈ അടുത്തിറങ്ങിയ മിക്ക എല്ലാ നത്തിങ് ഫോണിൻ്റെയും ആ ഒരു ചിപ്പ് സെറ്റ് മീഡിയ ടെക് ആയതുകൊണ്ട് തന്നെ ഈ സ്നാപ്ഡ്രാഗൻ്റെ ഭാഗത്തുനിന്നൊരു ഫ്ലാഷ് ചിപ്പ് ഒരു മടി കാരണമാകാം ചിലപ്പോൾ നത്തിങ് ഫോൺ 3 ഇനിയും വൈകുന്നത്. ഇനിയിപ്പം ഈ വർഷം ഇനി അടുത്തൊരു ഫോൺ ഉണ്ടാവാൻ ചാൻസ് കുറവായിരിക്കും നത്തിൻ്റെ ഭാഗത്തുനിന്ന്. കാരണം ഈ നത്തിങ് ഫോൺ 2ൻ്റെ ആ ഒരു ഫ്ലാഗ്ഷിപ്പ് ഫോൺസിൻ്റെ ലോഞ്ച് നോക്കിക്കഴിഞ്ഞാൽ നത്തിങ് ഫോൺ 1 ലോഞ്ച് ചെയ്തത് ജൂലൈ 16 2022 പിന്നെ നത്തിങ് ഫോൺ 2 ഇറങ്ങിയത് ഈ 2023 ജൂലൈ 17 ഇപ്പോൾ ഈ ഒരു നത്തിങ് ഫോൺ 2a പ്ലസ് ഇറങ്ങിയിട്ടില്ലായിരുന്നെങ്കിൽ ഈ മാസം, അതായത് ഈ കഴിഞ്ഞ ജൂലൈ 2024 നത്തിങ് ഫോൺ 3 വന്നേനെ. അതിന് പകരം ഈ 2024 ജൂലൈ 31 ഈ നത്തിങ് ഫോൺ 2a പ്ലസ് ലോഞ്ച് ചെയ്തത്. ഈ രണ്ടാമത്തെ ഒരു കാരണമായിട്ട് എനിക്ക് തോന്നുന്നത് CMFൻ്റെ ഒരു ഫോൺ ഇറങ്ങിയല്ലോ, CMFൻ്റെ ഫോൺ 1 എന്നുള്ള ഡിവൈസ്. ആ ഒരു ഡിവൈസിൽ കുറേയധികം കസ്റ്റമൈസേഷൻ്റെ സംഭവം കൊണ്ടുവന്നുകൊണ്ടും ആ ഒരു എന്താ പറയുക അതൊരു കുറേ റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് കൊണ്ടുവന്നുകൊണ്ട് തന്നെ ആയിരിക്കണം മിക്കവാറും ഈ ഒരു നത്തിങ് ഫോൺ 3 ഇത്രയും വൈകാൻ വന്നത് അല്ലെങ്കിൽ വരാതെ തന്നെ ഇരുന്നത്. അപ്പം ഈ രണ്ട് നിഗമനങ്ങളാണ് എനിക്ക് മെയിനായിട്ടും തോന്നി. ഇപ്പോൾ ഈ നത്തിങ് ഫോൺ 2a പ്ലസ് ഇപ്പം ഇറങ്ങിയിട്ടുള്ളത് നല്ലൊരു സമയത്ത് തന്നെയാണ്. കാരണം നല്ല കോമ്പറ്റീഷൻ ഇപ്പം നത്തിങ് ഉണ്ടാക്കിയിട്ടുണ്ട്. നത്തിങ്ങിൻ്റെ ഈ ഒരു ഫോൺ 2a പ്ലസ് ഫേസ് ചെയ്യേണ്ടതായിട്ട് വരും. അതായത് റിയൽമിയുടെ 13 Pro സീരീസും അതുപോലെ തന്നെ OnePlusൻ്റെ Nord 4 അപ്പം ഈ ഒരു 3 കമ്പനികളാണ് ഇപ്പം ആ ഒരു എന്താ പറയുക 27 മുതൽ 35 റേഞ്ചിന് ഇടയ്ക്ക് നിൽക്കുന്ന കോമ്പറ്റീഷനിൽ ടോപ്പായിട്ട് നിൽക്കുന്നത്. അപ്പം ഈ റേഞ്ചിൽ വേറെ കുറച്ച് ഫോൺസും ഉണ്ട്, പക്ഷേ എന്താ പറയുക ഒരു വർഷം മുമ്പുള്ള ഫോൺസ് ആയിരുന്നു. അതും ഇതുമായിട്ട് കമ്പയർ ചെയ്താൽ കുറേയധികം ഇഷ്യൂസ് വരും. അതായത് അപ്ഡേറ്റ്സിൻ്റെ ഭാഗത്തു നിന്നൊരു വിഷയം വരും, അതുപോലെ തന്നെ സ്പെക്കിൻ്റെ ഭാഗത്ത് വിഷയം വരും. അപ്പോൾ ഈ ഒരു നത്തിങ് ഫോൺ 2a പ്ലസും മെയിനായിട്ട് കോമ്പീറ്റ് ചെയ്യുന്നത് ഈ ഒരു 3 ഡിവൈസസാണ്. അതായത് ആ ഒരു റിയൽമിയുടെ 13 Pro പ്ലസ് ആയിട്ടും OnePlusൻ്റെ Nord 4 ആയിട്ടും. അപ്പോൾ ഈ ഒരു OnePlusൻ്റെ ഈ ഒരു Nord 4ൻ്റെ കാര്യം പറയുകയാണെങ്കിൽ വിഷയം ഫോൺ തന്നെയാണ്, പക്ഷേ അതുപോലെ തന്നെ അതിന് പ്രശ്നങ്ങളുണ്ട്. വിഷയം എന്ന് പറയാൻ കാരണം അതിനകത്തുള്ള ചിപ്സെറ്റും അതിൻ്റെ പെർഫോമൻസുമാണ്. സ്നാപ്ഡ്രാഗൻ്റെ 7+ Gen 3 എന്ന് പറയുന്ന ചിപ്പാണ് പെർഫോമൻസിൻ്റെ വിഷയമാണ്. ആ ഒരു റേഞ്ചിൽ ബെസ്റ്റ് പെർഫോമൻസ് തരുന്ന ഒരു ചിപ്പാണത്. പിന്നെ ബിൽഡിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അലുമിനിയം ഫ്രെയിമും അലുമിനിയം ബോഡിയും ഗ്ലാസ് ബാക്ക് ഒക്കെ ആയിട്ട് വരുന്നൊരു അടിപൊളി സെറ്റപ്പാണ് ആ ഒരു ഡിവൈസിന് വന്നിട്ടുള്ളത്. അപ്പോൾ ബിൽഡും ഇൻ ഹാൻഡ് ഫീലും ഒക്കെ നൈസാണ്, ഡിസ്പ്ലേയും അടിപൊളിയാണ്. പക്ഷേ ഇതിൻ്റെ പ്രശ്നം ഇതിൻ്റെ ഇപ്പം യൂസർ എക്സ്പീരിയൻസ്. OnePlusൻ്റെ ഡിവൈസിൻ്റെ കാര്യം നിങ്ങൾക്ക് അറിയാവുന്നതായിരിക്കും. ഒരു 2 വർഷം 3 വർഷം മുമ്പൊക്കെ യൂസർ എക്സ്പീരിയൻസിൻ്റെ OnePlusൻ്റെ ഓക്സിനോയ്സ് കഴിഞ്ഞിട്ടുണ്ടായുള്ളൂ. പക്ഷേ ഇപ്പോഴത്തെ ഈ ഒരു ഓക്സിനോയ്സിൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഓക്സിനോയ്സ് എന്ന് പറഞ്ഞ സംഭവമായി മാറി ഇപ്പം കളർ ഓയ്സിലേക്ക് പ്യുവറായിട്ട് ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ട്. അതായത് ഇപ്പം നിങ്ങൾ റിയൽമി യൂസ് ചെയ്താലും ഓപ്പോ യൂസ് ചെയ്താലും OnePlus യൂസ് ചെയ്താലും കളർ വോയിസ് ആണ് നിങ്ങൾക്ക് കാണാൻ പറ്റുക. അതുപോലെ തന്നെ ആഡ്സ് ഈ ഒരു 32,000 37,000 36,000 കൊടുത്ത് ഈ ഒരു OnePlus Nordൻ്റെ വേരിയൻസ് വാങ്ങിയാലും നിങ്ങൾക്ക് ഹോട്ട് ആപ്സ് അതുപോലെ തന്നെ സജഷൻസ് ആയിട്ട് ആഡ്സ് വരും. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്താ പറയുക ലോക്ക് സ്ക്രീനിൽ ആഡ്സ് അങ്ങനെ കുറേയധികം ആഡ്സ് നിങ്ങൾക്ക്
ഈ ഒരു കളർ വോയിസിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഈ ഒരു ഡിവൈസ് കിട്ടും. അതായത് 32,000 രൂപ കൊടുത്ത് മേടിക്കുന്ന ഫോണിൽ നിങ്ങൾ പല സമയത്തും ആഡ്സ് കാണേണ്ട അവസ്ഥയാണ്. ഇൻബിൽട്ടായിട്ട് കുറേ ബ്ലോഡ് വേഴ്സ് വരുന്നുണ്ട്. സെർച്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് സജഷനായിട്ട് ആഡ്സ് വരും. അതൊക്കെ ഭയങ്കര എന്താ പറയുക, കളർ വോയിസിൻ്റെ കളികളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്കൊരു ബെസ്റ്റ് യൂസർ എക്സ്പീരിയൻസിന് ഈ ഒരു OnePlusൻ്റെ ഡിവൈസ് അത്ര നൈസ് ആയിരിക്കില്ല. പിന്നെ ക്യാമറ സെറ്റപ്പിൽ അത് തന്നെ ഒരു 50 മെഗാ പിക്സലും ഒരു 8 മെഗാ പിക്സലും സെറ്റപ്പൊക്കെയാണ് വരുന്നത്. ഒരു കാര്യമില്ല. ഓക്കെ, പഴയ ആ ഒരു OnePlusൻ്റെ ആ ഒരു ക്യാമറ പെർഫോമൻസ് ഒന്നും നിങ്ങൾക്ക് ഈ ഒരു പുതിയ മോഡലിൽ കിട്ടുന്നില്ല, അതായത് ഈ Note 4. അപ്പോൾ പേരിന് നല്ലൊരു ഡിസൈനും നല്ലൊരു ബിൽഡും നിങ്ങൾക്ക് കിട്ടും, നല്ലൊരു പെർഫോമൻസും കിട്ടും. കാരണം ഗെയിമിംഗ് ഒക്കെ കളിക്കാൻ കുഴപ്പമില്ല, ആഡ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമെങ്കിലും പെർഫോമൻസിന് OnePlus ഇപ്പോഴും ടോപ്പ് തന്നെയാണ്. അതായത് സ്നാപ്ഡ്രാഗണിൻ്റെ 7+ Gen 3 വിഷയം പ്രോസസ്സറാണ് ഈ ഒരു നത്തിങ്ങിൻ്റെ ഈ ഒരു 2A+നേക്കാളും. ഇനിയിപ്പോൾ റിയൽമിയുടെ കാര്യം പറയുകയാണെങ്കിൽ റിയൽമി 13 Pro സീരീസാണ് ഇപ്പോൾ ഇറങ്ങിയിട്ടുള്ളത്. കിഡിലൻ ക്യാമറ ഡിവൈസ്. ഓക്കെ, കിഡിലൻ ക്യാമറ എന്ന് പറയാനായിട്ട് അവരുടെ ആ ഒരു 13 Pro Plus എന്ന് പറയുന്ന ഡിവൈസ് ഒരു പ്രോപ്പർ DSLR ക്യാമറ സെറ്റപ്പ് ഒക്കെ ആയിട്ടാണ് വന്നിട്ടുള്ളത്. സോണിയുടെ സെൻസേഴ്സ്, പുതിയ സെൻസേഴ്സ് ഒക്കെ ആയിട്ട് വന്നിട്ടുള്ളത്. അതിൻ്റെ ക്യാമറ സെറ്റപ്പിലേക്ക് വരുമ്പോൾ 50 മെഗാ പിക്സൽ, 50 മെഗാ പിക്സൽ, 8 മെഗാ പിക്സലിൻ്റെ സെറ്റപ്പൊക്കെയാണ്. 50 മെഗാ പിക്സലിൻ്റെ 2 സെൻസേഴ്സും സോണിയുടെയാണ്. പിന്നെ 8 മെഗാ പിക്സലിൻ്റെ അൾട്രാ വൈഡും വരുന്നുണ്ട്. അപ്പോൾ ക്യാമറ സെറ്റപ്പിൽ ഈ ഒരു കോമ്പറ്റീഷൻ വൈസ് നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും ബെസ്റ്റ്, ഏറ്റവും പവർഫുൾ ആയിട്ടുള്ളത് റിയൽമിയുടെ ഒരു ക്യാമറ സെറ്റപ്പാണെന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഈ ഒരു കോമ്പറ്റീഷനിൽ നത്തിങ് ഫോൺ 2A+ എവിടെയാണ് നിൽക്കുന്നത്? ഓക്കെ, നോഡിൻ്റെ മുകളിലാണോ, അതിൽ റിയൽമിയുടെ താഴെയാണോ, അല്ലെങ്കിൽ ഇതാണോ ടോപ്പ്? ആ ഒരു എഫക്റ്റ് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടാവും. അപ്പോൾ ഈ ഒരു കാര്യങ്ങളൊക്കെ കേട്ടിട്ട് ഈ ഒരു OnePlus Nord 4 എടുക്കുമോ, അതോ റിയൽമിയുടെ 13 Pro Plus എടുക്കുമോ, അതോ 2A+ എടുക്കുമോ എന്ന് ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. എന്തുകൊണ്ടാണ് എടുക്കാൻ പോകുന്നതെന്നും ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നിങ്ങളൊരു ഓവറോൾ ഫോണാണ് നോക്കുന്നത്, ക്യാമറയ്ക്ക് ക്യാമറ, അതായത് അത്യാവശ്യം ക്യാമറ പെർഫോമൻസും വീഡിയോ പെർഫോമൻസും പിന്നെ ഓവറോൾ ആയിട്ടുള്ള ആ ഒരു യൂസർ എക്സ്പീരിയൻസും ആണ് നോക്കുന്നെങ്കിൽ നത്തിങ് ഫോൺ 2A അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഫോൺ 2A+ ചൂസ് ചെയ്യാം. അങ്ങനെയാണ് നത്തിങ്ങിൻ്റെ കാര്യം പറയാനുള്ളത്. നിങ്ങൾക്ക് ഒരു സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് ആണ് നിങ്ങൾ മെയിനായിട്ട് നോക്കുന്നെങ്കിൽ, ഒരു ആഡും ഇല്ല, ബ്ലോഡ് വേഴ്സും ഇല്ല, അങ്ങനത്തെ ഒരു സെറ്റപ്പാണ് നിങ്ങൾ നോക്കുന്നെങ്കിൽ നത്തിങ് ഫോൺ 2A അല്ലെങ്കിൽ 2A+ നിങ്ങൾക്ക് എടുക്കാം. അതാണ് നിങ്ങൾക്ക് പറ്റിയ ഒരു ഓപ്ഷൻ. 2A അല്ലെങ്കിൽ 2A+ എടുക്കാൻ പറയാനുള്ള കാര്യം, 2Aയും 2A+ഉം സെയിം സൈസിലാണ് വരുന്നത്, 6.7 ഇഞ്ചസിലാണ് വരുന്നത്. അപ്പോൾ സെയിം സൈസ് ഉള്ളതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഏതെടുത്താലും എന്താ പറയുക, വലിയ മാറ്റങ്ങളൊന്നും തോന്നില്ല. പിന്നെ 2A+ൽ കുറച്ച് പെർഫോമൻസ് കൂടുതലുണ്ടാവും, അത് ഒഴിച്ചു നോക്കിക്കഴിഞ്ഞാൽ വലിയ മാറ്റങ്ങളൊന്നും 2Aയും 2A+ഉം ആയിട്ട് നിങ്ങൾക്ക് തോന്നില്ല. പിന്നെ റിയൽമിയുടെ ചിപ്സെറ്റ് എന്ന് പറയുന്നത് 7S Gen 2 എന്ന് പറയുന്ന ചിപ്പാണ് വരിക. നത്തിങ്ങിൻ്റെ ഈ ഒരു ഫോൺസൊക്കെ റിയൽമിയുടെ ആ ഒരു പെർഫോമൻസിനെ അടിച്ചിരും. കാരണം 7S Gen 2 എന്ന് പറഞ്ഞാൽ അത്യാവശ്യം ചെറിയൊരു പ്രോസസ്സറാണ്. 7 Gen 2 അല്ല, അതിനും പെർഫോമൻസ് കുറഞ്ഞിട്ടുള്ളൊരു ചിപ്പായിരിക്കും ഈ 7S Gen 2. അപ്പോൾ എന്തായാലും അവസാനമായിട്ട് പറയുകയാണെങ്കിൽ നത്തിങ് ഫോൺ 2A+ അത്ര വലിയൊരു ഇമ്പാക്റ്റ് ഒന്നും ഈ ഒരു കോമ്പറ്റീഷനിൽ ഉണ്ടാക്കിയിട്ടില്ല. മെയിനായിട്ടും ഒരു സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസും അതുപോലെ തന്നെ സെൽഫി ക്യാമറ 4K റെക്കോർഡിംഗ് ഒക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് അത് എടുക്കാം. അതല്ലെങ്കിൽ ആ ഒരു നത്തിങ്ങിൻ്റെ ഫോൺ 2A തന്നെ എടുക്കുന്നതായിരിക്കും ഏറ്റവും ബെസ്റ്റ്. അപ്പോൾ ഇത്രേ ഉള്ളൂ. ഓക്കെ, ബൈ.